ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദി യൂണിറ്റ് 1 ലെസൺ 1 നീലി ചിടിയ പാർട്ട് 1. അപ്പോൾ നമുക്ക് കവിത, ഇതൊരു കവിതയാണ്, കവിത വായിക്കാം. നീലി ചിടിയ. നീലി എന്ന് വെച്ചാൽ എന്താണ്? ബ്ലൂ കളറിനെയാണ് നീലി എന്ന് പറയുന്നത്. നീലി ചിടിയ, നീല നിറത്തിലുള്ള പക്ഷി. ചിടിയ മീൻസ് പക്ഷി. ഹരിവംശ് റായ് ബച്ചൻ എഴുതിയ കവിതയാണ്. നമുക്ക് നോക്കാം. नीले आसमान से उतरी नीली एक निराली चिड़िया, गाती उड़ने वाली चिड़िया, उड़ती गाने वाली चिड़िയ. അപ്പോൾ എന്താണ്? നീലെ ആസ്മാൻ സേ ഉത്തരി. നീലെ എന്ന് വെച്ചാൽ നീല, ബ്ലൂ അല്ലേ. ആസ്മാൻ എന്ന് വെച്ചാൽ ആകാശം. ആകാശത്തിൽ നിന്ന് ഉത്തരി, ഉത്തരി എന്ന് വെച്ചാൽ ഇറങ്ങി വരുന്ന. നീലെ ആസ്മാൻ സേ ഉത്തരി, നീല ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന. നീലി ഏക്ക് നിരാലി ചിടിയ. നീലി എന്ന് പറഞ്ഞാൽ എന്താണ്? നീല കളറുള്ള. ഏക്ക് ഒരു. നിരാലി, നിരാലി എന്ന് വെച്ചാൽ എന്താ? വിചിത്രമായ, വേറെ ഒരിടത്തും കാണാത്തൊരു പ്രത്യേകതരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചിടിയ പക്ഷി. അപ്പോൾ നീല കളറുള്ള ഒരു വിചിത്രമായ പക്ഷി. ഗാത്തി ഉടിനെ വാലി ചിടിയ. ഗാത്തി എന്ന് വെച്ചാൽ പാട്ട് പാടുക. പാട്ട് പാടിക്കൊണ്ട് ഉടിനെ വാലി പറക്കുന്ന ചിടിയ പക്ഷി. പാട്ട് പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി. ഉടുത്തി ഗാനെ വാലി ചിടിയ. ഉടുത്തി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, പറക്കുക. ഗാനെ വാലി എന്ന് വെച്ചാൽ പാട്ട് പാടുക. ചിടിയ പക്ഷി, അപ്പോൾ പറന്നുകൊണ്ട് പാടുന്ന പക്ഷി. അപ്പോൾ എന്താ, ഒന്നും കൂടെ നോക്കാം. നീലെ ആസുമാനസേ ഉത്തരി, നീല ആകാശത്തു നിന്നും ഇറങ്ങി വന്ന. നീലി ഏക്ക് നിരാലി ചിടിയ, നീല നിറമുള്ള ഒരു വിചിത്രമായ പക്ഷി. ഗാത്തി ഉടനെ വാലി ചിടിയ, പാട്ടുപാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി. ഉടുത്തി ഗാനെ വാലി ചിടിയ, പറന്നുകൊണ്ട് പാട്ടുപാടുന്ന പക്ഷി. അടുത്ത വരികൾ നോക്കൂ. इस फुनगी से उस फुनगी पर उड़कर जाने वाली चिड़िया, इन पत्तों में उन पत्तों में छिपकर गाने वाली चिड़िയ. അപ്പോൾ എന്താണ്? ഇസ് ഫുനഗി. ഫുനഗി എന്ന് വെച്ചാൽ ഒരു മരക്കൊമ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തെയാണ് ഫുനഗി എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോപ്പ് മോസ്റ്റ് ഭാഗം, ഏറ്റവും ഉയരത്തിലുള്ള ആ ഭാഗത്ത് നിന്ന് ഉസ് ഫുനഗി, ആ മരത്തിൻ്റെ കൊമ്പിൻ്റെ അങ്ങ് പൊക്കമുള്ള ഭാഗത്തേക്ക്. ഇസ് ഫുനഗീസേ ഉസ് ഫുനഗി പർ, ഈ മരത്തിൻ്റെ കൊമ്പിൻ്റെ അങ്ങ് അറ്റത്ത് നിന്നും മറ്റേ കൊമ്പിൻ്റെ അറ്റത്തിലേക്ക് എന്നാണ്, മരക്കൊമ്പിൻ്റെ അറ്റത്തിലേക്ക്. ഉടുക്കർ ജാനെ വാലി ചിടിയ. ഉടുക്കർ എന്ന് വെച്ചാൽ പറന്ന്, ജാനെ വാലി പോകുന്ന, പറന്നു പോകുന്ന ചിടിയ പക്ഷി. ഇൻ പത്തോമേം ഉൻ പത്തോമേം, ഈ പത്തോം എന്ന് വെച്ചാൽ ഇലകൾ. പത്ത മീൻസ് ഇല, പത്തോം എന്ന് വെച്ചാൽ ഇലകൾ. ഈ ഇലകളിൽ നിന്നും ഉൻ പത്തോം, ആ ഇലകളിലേക്ക്. ചിപ്കർ ഗാനെ വാലി ചിടിയ. ചിപ്കർ, ഇലകളുടെ ഇടയിൽ ചിപ്കർ, ഒളിച്ചിരിക്കുക, അതാണ് ചിപ്കർ എന്ന് പറഞ്ഞാൽ, ഒളിച്ചിരുന്നു കൊണ്ട്. ഗാനെ വാലി ചിടിയ, ഗാനെ വാലി എന്ന് വെച്ചാൽ പാട്ടുപാടുന്ന ചിടിയ പക്ഷി. ചിടിയ എന്ന് വെച്ചാൽ പക്ഷി. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഇസ് ഫുനഗി സേ ഉസ് ഫുനഗി പർ, മരത്തിൻ്റെ ഒരു കൊമ്പിൻ്റെ അറ്റത്ത് നിന്നും മറ്റേ കൊമ്പിൻ്റെ അറ്റത്തിലേക്ക്. ഉടുക്കർ ജാനെ വാലി ചിടിയ, പറന്നു പോകുന്ന പക്ഷി. ഇൻ പത്തോമേം ഉൻ പത്തോമേം, ഈ ഇലകൾക്കിടയിലും ആ ഇലകൾക്കിടയിലും. ചിപ്കർ ഗാനെ വാലി ചിടിയ, ഒളിച്ചിരുന്ന് പാട്ടുപാടുന്ന പക്ഷി. അടുത്ത വരികൾ നോക്കാം. പർ ഫട്കാക്കർ നീച്ചെ ആക്കർ. പറ എന്ന് വെച്ചാൽ ചിറക്. ഫട്കാക്കർ, ചിറക് അടിച്ച് പറക്കുന്നതിനാണ്, ചിറകടിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. നീച്ചെ ആക്കർ, നീച്ച എന്ന് വെച്ചാൽ താഴേക്ക്, ആക്കർ വരുന്ന, അപ്പോൾ ചിറകടിച്ച് താഴേക്ക് വരുന്ന. ദാന ഗാനെ വാലി ചിടിയ. ദാന മീൻസ് ധാന്യം, ധാന്യം. ഗാനെ വാലി എന്ന് വെച്ചാൽ കഴിക്കുന്ന ചിടിയ പക്ഷി, ധാന്യം കഴിക്കുന്ന പക്ഷി. ദാന ഗാക്കർ പർ ഫട്കാക്കർ, ദാന ഗാക്കർ, ദാന എന്ന് വെച്ചാൽ ധാന്യം, ഗാക്കർ തിന്നു കഴിഞ്ഞിട്ട്, പർ ഫട്കാക്കർ എന്ന് വെച്ചാൽ ചിറക് അടിച്ച് പറന്നുയരുന്നു. ചട് ഉഡ് ജാനെ വാലി ചിടിയ. ചട് എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന്. ഉഡ് ജാനെ വാലി, പറന്നുയരുന്ന.
ചിടിയ പക്ഷി. ഇപ്പോൾ നോക്കാം ഒന്നും കൂടി. पर फटकाकर नीचे आकर ചിറക് അടിച്ച് താഴോട്ട് വന്നു. ദാനാ ഗാനെ വാലി ചിടിയ ധാന്യം കഴിക്കുന്ന പക്ഷി. ദാന ഖാക്കർ പർ ഫട്കാക്കർ ധാന്യം കഴിച്ചിട്ട് ചിറക് അടിച്ച്. ചട് ഉഡ് ജാനെ വാലി ചിടിയ പെട്ടെന്ന് പറന്നു പൊങ്ങിപ്പോകുന്ന പക്ഷി. അടുത്ത ലൈൻ. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ उड़ उड़ जाने वाली चिड़िया लाख बुलाऊं लेकिन मेरे पास न आने वाली चिड़िया. ഇസ് ഡാലി സേ, ഇസ് എന്ന് വെച്ചാൽ ഇത്, ഈ എന്നൊക്കെയുള്ള അർത്ഥം. ഡാലി എന്ന് വെച്ചാൽ മരക്കൊമ്പ്. ഈ മരക്കൊമ്പിൽ നിന്നും ഉസ് ഡാലി പർ ആ മരക്കൊമ്പിലേക്ക്. ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ, ഉഡ് ഉഡ് എന്ന് വെച്ചാൽ പറന്നു പോകുന്ന, ജാനേവാലി പറന്നു പോകുന്ന ചിടിയ പക്ഷി. ലാഖ് ബുലാവു, ലാഖ് എന്ന് വെച്ചാൽ എന്താണ്? ലക്ഷം. ബുലാവു എന്ന് വെച്ചാൽ വിളിക്കുക. ലക്ഷം പ്രാവശ്യം വിളിച്ചാലും, അതായത് എത്ര പ്രാവശ്യം വിളിച്ചാലും. ലേക്കിൻ പക്ഷേ, മേരെ പാസ് എൻ്റെ അടുത്ത്, ന ആനേവാലി, ന ആനേവാലി എന്ന് വെച്ചാൽ വരില്ല. ആരാണ്? ചിടിയ പക്ഷി വരില്ല. നോക്കാം. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഈ മരക്കൊമ്പിൽ നിന്നും ആ മരക്കൊമ്പിലേക്ക്. ഉഡ് ഉഡ് ജാനെ വാലി ചെടിയ പറന്ന് പറന്ന് പോകുന്ന പക്ഷി. ലാക്ക് ബുലാവും ലക്ഷം പ്രാവശ്യം വിളിച്ചാലും. ലേക്കിൻ മേരെ പാസ് എന്നാൽ എൻ്റെ അടുത്ത്. ന ആനെ വാലി ചിടിയ വരില്ല പക്ഷി. ഈ പക്ഷി എത്ര വിളിച്ചാലും അടുത്ത് വരില്ല. നെക്സ്റ്റ് ലൈൻസ്. नीले आसमान से उतरी नीली एक निराली चिड़िया गाती उड़ने वाली चिड़िया उड़ती गाने वाली चिड़िया. നീലെ, ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ച അതേ വരികളാണ്. നീലെ ആസമാനസെ ഉത്തരി നീല ആകാശത്തിൽ നിന്നും ഇറങ്ങി വന്ന. നീലി ഏക്ക് നിരാലി ചിടിയ നീല നിറത്തിലുള്ള ഒരു വിചിത്രമായ പക്ഷി. ഗാത്തി ഉഡ്നെ വാലി ചിടിയ പറന്നുകൊണ്ട്, അല്ല ഗാത്തി പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി. ഉടുത്തി ഗാനെ വാലി ചിടിയ പറന്നുകൊണ്ട് പാടുന്ന പക്ഷി. ഈ പാഠത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കവിത മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.